ഇന്ത്യൻ പാസ്പോർട്ട് ഒരു യാത്രാരേഖ മാത്രമാണെന്നും അത് കയ്യിലുള്ളതുകൊണ്ട് ഇന്ത്യൻ പൗരത്വം ഉറപ്പില്ല എന്നും അത് ഇന്ത്യൻ പൗരത്വത്തിൻ്റെ ഒരു രേഖയല്ല എന്നും വിദേശകാര്യ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. അവർക്ക് നമോഭാഗം. തീർച്ചയായിട്ടും നിങ്ങൾ മഹാന്മാരാണ്. പക്ഷേ ഈ ശശി തരൂർ MP അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലൊരു മണ്ടൻ തീരുമാനം, ഇതുപോലുള്ള ഒരു മണ്ടൻ പരാമർശം കണ്ടിട്ടില്ല. ഇത് തികഞ്ഞ വിഡ്ഢിത്തവും വിവരദോഷവുമാണെന്നാണ് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. വളരെ സത്യം. ഈ പാസ്പോർട്ട് നമുക്കറിയാം, അമേരിക്കയിൽ നമുക്ക് അമേരിക്കൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അതൊരു അൾട്ടിമേറ്റ് രേഖയായിട്ടാണ്. പല രേഖകളും നോക്കിയിട്ടാണ് നമുക്ക് ആ പാസ്പോർട്ട് തരുന്നത്. അപ്പോൾ നമ്മൾ ആ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ഇവിടുത്തെ പൗരനാണെന്നുള്ളതിൻ്റെ ഏറ്റവും ഉറപ്പുള്ള ഒരു രേഖയായിട്ടാണ് നമ്മളത് കണക്കാക്കുന്നത്. അതാണ് ഏറ്റവും അൾട്ടിമേറ്റ് ഒരു രേഖയായിട്ട് കണക്കാക്കുന്നത്. പല രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അമേരിക്കൻ പൗരത്വത്തെ പറ്റിയൊക്കെ ആക്ഷേപങ്ങളൊക്കെ പറയുമെങ്കിലും ഇപ്പം ഈയിടയ്ക്ക് യൂറോപ്പിലെ ചില രാജ്യങ്ങളിൽ പോയപ്പോഴത്തേക്ക് അമേരിക്കൻ പാസ്പോർട്ട് കാണുമ്പോൾ അവർ പ്രത്യേകിച്ചൊരു നോട്ടം നമ്മുടെ മുഖത്തേക്കും ഇവന് അമേരിക്കൻ പൗരത്വം ഉണ്ടല്ലോ, അമേരിക്കൻ പാസ്പോർട്ട് ഉണ്ടല്ലോ എന്ന് അതിശയപൂർവ്വം നോക്കുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ പാസ്പോർട്ട് ഒരു രാജ്യത്തിൻ്റെ പ്രതീകമാണ്. അത് ആ രാജ്യത്തെ പൗരനായിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്നതാണ്, അല്ലാതെ വെറുതെ വഴിയെ പോകുന്ന ആളുകൾക്കൊന്നും കിട്ടുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞ ഒരു ന്യായം, ഈ പാസ്പോർട്ട് നിയമപ്രകാരമനുസരിച്ച് അതിൽ ഈ ഇന്ത്യക്കാരല്ലാത്തവർക്കും പാസ്പോർട്ട് ഇങ്ങനെ യാത്രാരേഖയായിട്ട് പാസ്പോർട്ട് കൊടുക്കാമത്രേ. ആയിക്കോ, കൊടുത്തു, ആര് പറഞ്ഞു കൊടുക്കരുതെന്ന്? പക്ഷേ അതിലെഴുതി വെക്കുമല്ലോ ഇവൻ ഇന്ത്യൻ പൗരനല്ല എന്ന്. അതോ പിന്നെ അവർക്കും ഇന്ത്യൻ പൗരനാണ്, അല്ലെ ഇന്ത്യൻ പൗരത്വം ഉള്ളതുകൊണ്ട് കിട്ടുന്നതാണ് എന്നെഴുതി വെക്കില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും പാസ്പോർട്ട് പിന്നെ അങ്ങനെയുള്ള എത്ര പേർക്ക് കിട്ടിയിട്ടുള്ളതെന്നൂടെ പറയണം. ഈ ഇന്ത്യക്കാരനല്ലാത്ത എത്ര പേർക്ക് ഇന്ത്യൻ പാസ്പോർട്ട് കൊടുത്തിട്ടുണ്ട്? അങ്ങനെ കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്കാർക്കും അറിഞ്ഞുകൂടാ. ഇനി ഉദ്യോഗസ്ഥന്മാർക്ക് വല്ലതും അറിയാമോ എന്നറിഞ്ഞുകൂടാ. അപ്പോൾ ഈ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥന്മാർ, ഇന്ത്യ ഗവൺമെൻറ്റും ഉദ്യോഗസ്ഥന്മാരും സത്യം പറഞ്ഞാൽ ഇവർ ഇക്കാര്യം മാത്രമല്ല, മിക്കവാറും എല്ലാ കാര്യങ്ങളിലും അവർ ഇന്ത്യൻ ജനതയ്ക്കെതിരെ യുദ്ധം ചെയ്യുക, ഇന്ത്യൻ ജനതയെ എങ്ങനെ പാരവെക്കുക, ഇത് നോക്കി നടക്കുന്ന ആളുകളാണ് ഇന്ത്യ ഗവൺമെൻറ്, ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർ. ഈ രണ്ട് വിഭാഗം എങ്ങനെ പൗരന് ഗുണങ്ങൾ ചെയ്യുക, പൗരൻ്റെ അവകാശം സംരക്ഷിക്കുക, പൗരന്മാർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഇതേപ്പറ്റി ചിന്തിക്കുന്നില്ല. അപ്പോൾ എങ്ങനെ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കാം, എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. ഈ പാസ്പോർട്ട് ഇന്ത്യൻ പൗരത്വത്തിൻ്റെ രേഖ അല്ലെങ്കിൽ പിന്നെ എന്താണ്? ആധാർ കാർഡ് പൗരത്വത്തിൻ്റെ രേഖയല്ല എന്ന് സുപ്രീം കോടതി വിധിച്ചു. അപ്പോൾ പിന്നെ എന്താണ് രേഖ? അപ്പം ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഒരു ആധികാരിക രേഖയില്ല. അപ്പോൾ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാനായിട്ട് രേഖയില്ല. ഇപ്പോൾ അമേരിക്കയിൽ നമുക്കറിയാം, ഈ പിന്നെ പൗരത്വമുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പറ്റൂ, മറ്റുള്ളവർ വോട്ട് ചെയ്താൽ അത് കുറ്റകരമാണ്. അപ്പം ഈ പൗരത്വം ഇല്ലാത്തവരൊക്കെ കൂടെ വോട്ട് ചെയ്തു. അങ്ങനെയാണ് ഈ 2020 ഇലക്ഷനിൽ താൻ പരാജയപ്പെട്ടതെന്നുള്ള രീതിയിലാണ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൗരത്വം പരിശോധിച്ച് വേണം ഇവിടെ പിന്നെ വോട്ടർമാരെ നിശ്ചയിക്കാൻ. വോട്ടർ ID ആയിട്ട് പൗരത്വം തീരുമാനിച്ച് അതിൻ്റെ രേഖകൾ കാണിക്കണം എന്ന് പറഞ്ഞ് ഇപ്പോഴും ഒരു ബില്ല് പിന്നെ പ്രസിഡന്റ് അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷെ അത് കോടതി അംഗീകരിച്ചിട്ടില്ല, അതിൻ്റെ ഒരു ബില്ല് പാസ്സായിട്ടുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഡെമോക്രാറ്റുകൾ അതിനെ എതിർക്കുന്നത്? ഇപ്പോൾ പൗരത്വത്തിന് യാതൊരു രേഖയില്ലാത്ത ധാരാളം ആളുകൾ അമേരിക്കയിലുണ്ട്. ഇപ്പം വഴിയിൽ കിടക്കുന്ന ആളുകൾ, അവർക്ക് കാര്യമായ രേഖകളൊന്നും കാണില്ല. അല്ലെങ്കിൽ തീരെ പിന്നെ ഉൾപ്രദേശങ്ങളിൽ, വനമേഖലകളിലുമൊക്കെ താമസിക്കുന്ന ആളുകൾ, അവർക്കും ചിലപ്പോൾ രേഖകളൊന്നും കണ്ടുവന്നു വരില്ല. അതുകൊണ്ട് അവർ പൗരന്മാരല്ലാതാകുമോ? അപ്പോൾ ഒരാളുടെ പൗരത്വം തീരുമാനിക്കുന്ന രേഖകൾ വെച്ചല്ല. അവർ പൗരന്മാരാണ്. ആ പൗരത്വം അവർക്ക് അവകാശപ്പെട്ടതാണ്, അത് ജന്മനാ ഉള്ളതാണ്. അതെടുത്ത് നീക്കാനായിട്ട് ആർക്കും അവകാശമില്ല, മറ്റു പൗരന്മാർക്ക് തീരെ അവകാശമില്ല. ഈ പൗരത്വം റദ്ദാക്കുന്നതിനെപ്പറ്റി ഇവിടെ ഇപ്പം പിന്നെ കുറേ പേരുടെയൊക്കെ പൗരത്വം റദ്ദാക്കിയിട്ടുണ്ട്. കുറച്ച് ചുരുക്കം പേരെ, 10-17 അങ്ങനെയൊക്കെയുള്ള അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് തന്നെ പറയുന്ന ഒരു ആർഗ്യുമെൻ്റ് അതാണ്, ഈ കുറേ പൗരന്മാരുടെ പൗരത്വം റദ്ദാക്കാൻ വേറെ പൗരന്മാർക്ക് എന്താ അവകാശമാണുള്ളത്? മറ്റവരും നമ്മളെപ്പോലുള്ള പൗരന്മാരാണ്, അവർക്ക് നമ്മുടെ പൗരത്വത്തെ പറ്റി എന്തെങ്കിലും ചെയ്യാൻ അവകാശമുണ്ടോ എന്ന് പറഞ്ഞ പോലെയാണ് ഇന്ത്യയിലും കുറേ പൗരന്മാരങ്ങ് തീരുമാനിക്കുക, മറ്റവർക്ക് പൗരത്വം ഇല്ലാന്ന് തീരുമാനിക്കാൻ എന്താ അവകാശമാണ് അവർക്കുള്ളത്? അപ്പോൾ ഈ രേഖകളുടെ പ്രസക്തി നമുക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം ഈ കഴിഞ്ഞ ഇലക്ഷനിൽ കേരളത്തിലാണെങ്കിലും ഈ വോട്ടർ ID പരിശോധന കാര്യമായിട്ട് തകൃതിയായിട്ട് നടന്നു. ബംഗാളിലാണ്ട് ഒരുപാട് ലക്ഷം പേരെ അയോഗ്യരാക്കി എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് BJP ജയിച്ചതെന്ന് ആക്ഷേപിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ പൗരത്വം ഇല്ലാത്തവർ വോട്ടർമാരാവില്ല. വോട്ടർ ID കാണിക്കണം, അല്ലെങ്കിൽ വോട്ടർ ആവുന്നവർ ചിലപ്പം ആ സ്ഥലത്തില്ലായിരിക്കും, അല്ലെങ്കിൽ വിദേശത്തായിരിക്കും. അങ്ങനെയുള്ളവരെയൊക്കെ ആ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി നമുക്ക് മനസ്സിലാക്കാം. എന്നല്ലാതെ ശരിക്കുള്ള പൗരത്വമുള്ളവരെ അങ്ങനെ ഒഴിവാക്കാൻ ആർക്കാണ് അവകാശമുള്ളത്? അത് ഇലക്ഷൻ കമ്മീഷൻ അതിന് അധികാരമുണ്ടോ? നിങ്ങൾ പൗരനല്ല, അതുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള എന്ത് അധികാരമാണ് അവർക്കുള്ളത്? അപ്പോൾ ആ
പൗരത്വം തൊട്ടുള്ള ഒരു കളി ശരിയല്ല. അതുപോലെ തന്നെ നേരത്തെ ഈ ഈ ഇന്ത്യക്കാരുടെ പൗരത്വം തെളിയിക്കുന്ന രേഖകൾ വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പൗരത്വം തെളിയിക്കാനായിട്ട് ഇപ്പോൾ ആദിവാസികൾക്ക് എന്ത് രേഖയാണുള്ളത്? അതുകൊണ്ട് അവർ പൗരന്മാരല്ല എന്ന് വരുമോ? ഇനി അന്ന് ഞാൻ ഒരിക്കൽ വീഡിയോയിലാണെന്ന് തോന്നുന്നു പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയമുള്ള ആളുകളുണ്ടല്ലോ, BJPക്കാരാകാം, RSSകാരാകാം, അവർക്ക് സംശയം ഉണ്ടെങ്കിൽ അവർ ഓരോ പ്രാദേശിക തരത്തിലുള്ള അവർ പോയി അവരുടെ ഈ ഇങ്ങനെ സംശയമുള്ള ആളുകളുടെ വീട്ടുകളിൽ ചെന്നിട്ട് നിങ്ങൾ പൗരന്മാരാണോ എന്ന് ചോദിക്കുക. കാരണം അവർക്ക് പരസ്പരം അറിയാവുന്നവരാണല്ലോ. പിന്നെ ചരിത്രപരമായിട്ട് താമസിക്കുന്ന ആളുകൾ. ഇപ്പോൾ കേരളത്തിലിപ്പം പൗരന്മാരല്ലാത്ത ആളുകൾ ആരാ ഉള്ളത്? ബംഗാളികളോ വല്ലതും പിന്നെ ഇന്ത്യൻ പൗരന്മാരല്ലാത്തവർ ഒരുപക്ഷെ ബംഗാളികൾ വല്ലവരും നുഴഞ്ഞു കയറിയിട്ടുണ്ടാകാം ബംഗ്ലാദേശിൽ നിന്ന്. അവരോട് ചോദിക്കുന്ന നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയല്ലാതെ മറ്റു മലയാളികളോട് നിങ്ങൾ പൗരനാണോ എന്ന് ചോദിക്കുന്നതിൽ എന്താ അർത്ഥം ഇരിക്കുന്നത്? എന്ത് മണ്ടത്തരമാണ് ആ പറയുന്നത്? അപ്പോൾ ആ പൗരത്വം വെച്ചുള്ള പിന്നെ കളി എന്തായാലും ശരിയല്ല. അപ്പോൾ ശശി തരൂർ അതിശക്തമായിട്ട് അതിനെ വിമർശിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയോ മറ്റാരും അതിൻ്റെ സിഗ്നിഫിക്കൻസ്, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഈ പിന്നെ പൗരത്വത്തിൻ്റെ ഏറ്റവും നല്ല പിന്നെ രേഖയാണ് പാസ്പോർട്ട്. അത് പല രേഖകൾ പരിശോധിച്ച് പല വെരിഫിക്കേഷനും കഴിഞ്ഞ് കിട്ടുന്നതാണ്. അപ്പോൾ അതങ്ങനെ തന്നെ ആകുകയും വേണം. പക്ഷേ ഈ ഉദ്യോഗസ്ഥർക്ക് അതങ്ങോട്ട് പിടിക്കുന്നില്ല. ഇപ്പം പൗരത്വത്തിന് ഈ പാസ്പോർട്ടിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, മുമ്പൊരിക്കൽ ഡൽഹിയിൽ നിന്ന് പിന്നെ മോസ്കോയോ ക്രെംലിനിലോ വഴി ഒരു വിമാനം അമേരിക്കയിലേക്ക് വരുന്നു. അപ്പോൾ ആ വിമാനം അവിടെ വെച്ച് മോസ്കോയിൽ വെച്ച് കേടാവുന്നു, റഷ്യയിൽ വെച്ച് കേടാവുന്നു. അപ്പോൾ അതിൽ കുറേ ഇന്ത്യക്കാരുണ്ട്. അമേരിക്കയ്ക്കുള്ള വിമാനമാണല്ലോ, ആ വഴിക്ക് പോരുന്നെന്ന് മാത്രം. അപ്പോൾ ഇന്ത്യക്കാരെ മുഴുവൻ പിന്നെ അവിടെ ഈ റഷ്യക്കാർ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചു. അവർ പാസ്പോർട്ട് കാണിച്ച് ഞങ്ങൾ അമേരിക്കൻ പൗരന്മാരാണ്, അമേരിക്കൻ പാസ്പോർട്ടുണ്ട്. പക്ഷേ അവർ സമ്മതിക്കത്തില്ല. നിങ്ങൾ ഇന്ത്യക്കാരൻ, നമ്മുടെ ലുക്ക് കണ്ടാൽ ഇന്ത്യക്കാരനാണ്, അതുകൊണ്ട് ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചു. അങ്ങനെയൊക്കെയുള്ള നീചകൃത്യങ്ങളും നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് റഷ്യ, നമ്മൾ മനോഹര രാജ്യമായിട്ട് കണക്കാക്കുന്ന ചില രാജ്യങ്ങൾ, റഷ്യ, ചൈന, ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിൽ ആ വിവേചനവും ഒക്കെ വളരെ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ അവിടെ നിന്നുള്ള ആളുകൾ പോലും, അത് എൻ്റെ ഒരു ചെറിയ അറിവിൽ നിന്നുള്ളൊരു ധാരണയാണത്, ശരിയാവണമെന്ന് പിന്നെ ഉറപ്പുമില്ല. പക്ഷേ എന്തായാലും ഈ രേഖകളല്ല നമ്മുടെ പൗരത്വത്തിൻ്റെ അടിസ്ഥാനം. നമ്മൾ എവിടെയായിരിക്കുന്നു, നമ്മുടെ ആ മണ്ണിൻ്റെ മക്കളാണ്. ആ മണ്ണിൻ്റെ മക്കളെല്ലാം പൗരന്മാരാണ്. അപ്പോൾ അത് അംഗീകരിക്കണം. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു രേഖയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ ഡെമോക്രാറ്റുകളൊക്കെ ആ നിയമത്തെ എതിർക്കുന്നത്. അപ്പോൾ അത് ഇന്ത്യയിലാണെങ്കിലും അതിൻ്റെ പേരിൽ ആളുകൾക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ഖേദകരമാണ്, അത് ശരിയുമല്ല. അപ്പോൾ എന്തായാലും ഈ പാസ്പോർട്ടിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനം, അപ്പോൾ ഈ ആളുകൾക്കെതിരെയുള്ളൊരു യുദ്ധപ്രഖ്യാപനം പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ കഷ്ടമാണത്. ഇതൊക്കെ അല്ലെങ്കിൽ പിന്നെ എന്താണ് രേഖ? ഇത് കൂടുതലൊക്കെ എന്ത് രേഖകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? പിന്നെ അപ്പോൾ അതിനുള്ള അർഹമായൊരു മറുപടി, അതിന് അർഹമായൊരു ഉത്തരം സർക്കാർ തന്നെ നൽകേണ്ടതുണ്ട്. നമ്മൾ ഈ ഇമിഗ്രേഷൻ കാര്യത്തിലൊക്കെ നമ്മൾ വലിയ ഔന്നത്യമൊക്കെ പറയുമെങ്കിലും ഈ ഇന്ത്യയിൽ നിന്ന് തന്നെ ആളുകളെ പുറത്താക്കുന്ന വളരെ ക്രൂരമായ രീതിയിലാണ്. അമേരിക്കയിൽ നിന്ന് ചങ്ങലയിട്ടൊക്കെ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്ന പോലെ അതുപോലെ തന്നെ ക്രൂരമായ രീതിയിലാണ് ഇന്ത്യയിൽ നിന്നുമൊക്കെ ഈ പൗരന്മാരല്ലാത്തവരൊക്കെ പുറത്താക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ രോഹിംഗ്യകളെ കുറേ പേരെ പിടിച്ച് ബർമ്മ അവിടെ കടലിൽ കൊണ്ടുപോയി ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു. കടലിൽ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാവുന്നില്ല. കടലിൽ എങ്ങനെയാണ് ഇറക്കി വിടുന്നത്? കടൽ തീരത്തായിരിക്കും, തീരത്തോടടുത്തപ്പം ഇറങ്ങിപ്പോകാൻ പറഞ്ഞതായിരിക്കും. പക്ഷേ എങ്ങനെയായാലും ഈ അഭയാർത്ഥികളായിട്ട് വരുന്നവരൊക്കെ അവരും മനുഷ്യരാണ്, അവരും നമ്മളെപ്പോലെ ഉള്ള മനുഷ്യർ. അപ്പോൾ ആ പരിഗണന എപ്പോഴും ഉണ്ടായിരിക്കണം. പൗരത്വം എന്നത് ഒരു കടലാസും ഒരു കഷ്ണവുമാണ്. ആ പൗരത്വവും രാജ്യത്തിൻ്റെ അതിർത്തികളും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. ലോകചരിത്രം അങ്ങനെയാണല്ലോ കാണിക്കുന്നത്. അത് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പം ആ മനുഷ്യത്വം വിട്ടുകളയാനാവില്ല. അപ്പോൾ എന്തായാലും ഈ പൗരത്വത്തിൻ്റെ കാര്യത്തിൽ സർക്കാർ ഉചിതമായ ഒരു തീരുമാനം പ്രഖ്യാപിക്കണം. ഈ ആധാർ കാർഡ് പൗരത്വരേഖയാണ്, അതുപോലെ തന്നെ പാസ്പോർട്ട് പൗരത്വരേഖയാണ്. ഇതിനപ്പുറത്ത് വേറൊന്നുമില്ല എന്ന് ഉദ്യോഗസ്ഥന്മാർക്കൊന്നും കിടന്ന് കളിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വരുത്തുക തന്നെ വേണം.